സ്വപ്നങ്ങൾ കൊണ്ട് ചായം പകർന്ന 132 ചിത്രങ്ങൾ, പ്രതിസന്ധികളെ പൊരുതി തോൽപ്പിച്ച 123 ദിവ്യാംഗരുടെ സ്വപ്നങ്ങളും. ഇതൊക്കെയാണ് കോഴിക്കോട് നഗരത്തിൽ ചർച്ചയാകുന്ന സ്വപ്നചിത്ര 2024. സ്വപ്നചിത്രയിൽ മുഴുവൻ സന്തോഷവും സ്നേഹവും നിറഞ്ഞ കാഴ്ചകളാണ്. ഡ്രീം ഓഫ് അസിന്റെ കഴിഞ്ഞ 6 മാസക്കാലത്തെ കൂട്ടായ പരിശ്രമവും സന്തോഷവുമാണ് ഈ കാണുന്നത്. ചിത്രങ്ങൾ ചുറ്റിക്കാണുമ്പോൾ പുറകിൽ നിന്ന് ഒരു വിളി. പുഞ്ചിരിച്ച മുഖത്താൽ ദേ നിൽക്കുന്നു രമ്യ. സ്വപ്നചിത്രയുടെ കോർഡിനേറ്ററാണ്. സ്നേഹത്തോടെയും അഭിമാനത്തോടെയും രമ്യയും പറഞ്ഞു ചില കാര്യങ്ങൾ. ഇത് ഡ്രീം ഓഫ് അസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ പ്രൊജക്റ്റാണ് സ്വപ്നചിത്ര എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ആർട്ടിസ്റ്റായ എല്ലാവരും തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പരിമിതികളിൽ വെച്ചിട്ട് എനിക്ക് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞത് എൻ്റെ ലൈഫിലെ വലിയൊരു എന്താ പറയുക അഭിമാനകരമായ നിമിഷമായിട്ടാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. ഒരുപാട് ചിത്രങ്ങൾക്കിടയിൽ തൻ്റെ ചിത്രം കണ്ട സന്തോഷത്തിലാണ് സൈദ യൂസഫ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം ഇത്രയും കലാകാരന്മാരുടെ പിക്ചറും വെക്കാൻ പറ്റി. അതിന് സ്വപ്നചിത്രത്തെ ഓരോ അംഗങ്ങളോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. ഞാനിപ്പോൾ ബികോമിനായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശ്വാസത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പഠിക്കാൻ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടിലിരുന്ന് കുറച്ച് ചെയ്യും, പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, പിന്നെ 2 ദിവസം വീട്ടിലേക്ക് വരും, കുറച്ച് ചെയ്ത് നോക്കും, പിന്നെയും ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ. അങ്ങനെ ആ ഒരു പിക്ചർ അങ്ങനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാ ജീവിത പ്രതിസന്ധികളെയും മറികടന്ന് ലോകത്തോട് ചിരിച്ചു കാണിക്കുന്ന ഇവർക്ക് ഇനി വേണ്ടത് നമ്മുടെ പിന്തുണയാണ്. നമ്മൾക്ക് വേണ്ടത് ഇനി കോഴിക്കോടുള്ള എല്ലാവരുടെയും സപ്പോർട്ടാണ്. ഈ ചിത്രങ്ങളെല്ലാം തന്നെ സെയിൽ ചെയ്ത് ആ ഒരു എമൗണ്ട് ഈ കലാകാരന്മാരെ ഏൽപ്പിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ 6 മാസം ചെയ്ത ഈ ഒരു കൂട്ടായ്മയ്ക്ക് എന്താ പറയുക അതിനുള്ള ഒരു പ്രതിഫലം അപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടുക. ഇനി നമുക്ക് ഇവർക്കൊപ്പം ഒരുമിച്ച് ചിരിക്കാം. അനൂപ് പാലായ്ക്കൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.